ഒരു കപ്പിൾ ഒ പിയിൽ വന്നു. അവർ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി, ഇതുവരെ കുട്ടികളായിട്ടില്ല. പിന്നെ അവർ 5-6 മാസം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ ഓപ്പൺ അപ്പ് ചെയ്ത് പറയുന്നത് ഇതുവരെ അവർ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ചെയ്തിട്ടില്ല. അതാണ് ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു റീസൺ ഇവിടെ. അവരെ എക്സാമിൻ ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അവർ എക്സാമിനേഷന് സമ്മതിക്കുന്നില്ല, അവർക്ക് സ്വന്തമായിട്ട് ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്നില്ല. ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ വെജനിസ്മസ് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് പേടി ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. നമ്മളിപ്പോൾ ഉള്ളിലൂടെയുള്ള ട്രാൻസ്വെജൈനൽ അൾട്രാസൗണ്ട് പേടി ഉണ്ടാവും. ഈ ട്രൂ ആയിട്ടുള്ള വെജനിസ്മസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആങ്സൈറ്റി മാത്രമല്ല, അവർക്ക് അവരറിയാതെ തന്നെയുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവും. അവർ വേണമെന്ന് വെച്ചിട്ട് ചെയ്യണതല്ലാതെ ഇൻവോളണ്ടറി ആണ്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ പറ്റില്ല. സെക്ഷൽ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, എക്സാമിനേഷൻ ആയിക്കോട്ടെ, കപ്പ് യൂസ് ചെയ്യുക, ടാമ്പൺ യൂസ് ചെയ്യുക, ഇങ്ങനത്തെ ഒന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, പിന്നെ കൗൺസിലിംഗ്, അതേപോലെ ഡയലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ബോട്ടോക്സ് തെറാപ്പി. നമുക്ക് വെജൈനൽ മസിൽസ് ഇങ്ങനെ സ്ട്രോങ് ആയി കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബോട്ടോക്സ് വെച്ചിട്ട് റിലാക്സ്ഡ് ആക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കാര്യം സൊസൈറ്റിയിലെ ഒരു പ്രഷർ കാരണം ഇങ്ങനത്തെ ആൾക്കാർ ഇത് സത്യസന്ധമായിട്ട് എന്താ ഇഷ്യൂ എന്ന് വന്ന് പറയുന്നില്ല. കുറേ നാൾ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് പലപ്പോഴും ഇതൊക്കെ പുറത്തേക്ക് അവർ പറയുന്നത്. മിക്കവാറും കപ്പിൾസിൽ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വെജനിസ്മസ് എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഓവർകം ചെയ്തിട്ട് പ്രഗ്നൻസിയും കാര്യങ്ങളും ആവാൻ ബുദ്ധിമുട്ടുണ്ടാവാറില്ല.